Once again, welcome back to KCS Classes. This is Kiran CS. KCS Classes ന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ പുതിയ സീരീസ് മാനേജ്മെന്റ് അക്കൗണ്ടിംഗ് ആണ്. ലാസ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത് ഇൻട്രൊഡക്ഷൻ ടു മാനേജ്മെന്റ് അക്കൗണ്ടിംഗ്, ഡെഫിനിഷൻ, ക്യാരക്ടറിസ്റ്റിക്സ്, ഇതൊക്കെയാണ് നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററിൽ വരുന്നത്. അതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് ഞാൻ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫങ്ഷൻസ് ഓഫ് മാനേജ്മെന്റ് അക്കൗണ്ടിംഗ്. ദെൻ അതിനുശേഷം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങും മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങും തമ്മിലുള്ള ഡിഫറൻസ്. ഈ രണ്ട് ടോപ്പിക്കാണ് ഞാൻ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. അതിനുശേഷം നാളത്തോടു കൂടി ഫസ്റ്റ് ചാപ്റ്റർ നമ്മൾ ഏകദേശം ഫിനിഷ് ചെയ്യും. ദെൻ നെക്സ്റ്റ് മൺഡേ സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് മാർജിനൽ കോസ്റ്റിംഗ് ആണ്, പ്രോബ്ലം ചാപ്റ്റർ ആണ്. സോ എല്ലാവരും പ്രോപ്പറായിട്ട് ഈ കഴിഞ്ഞ അല്ലെങ്കിൽ എടുത്ത ടോപ്പിക്കുകൾ നന്നായിട്ട് മനസ്സിലാക്കുക. മൺഡേ തുടങ്ങുന്നത് പ്രോബ്ലം ചാപ്റ്റർ ആയിരിക്കും. ഓക്കെ, സോ നമുക്ക് നമ്മുടെ ടോപ്പിക്കിലോട്ട് പോവാം. ഫങ്ഷൻസ് ഓഫ് മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിലോട്ട് പോകുമ്പോൾ നമുക്ക് കവർ ചെയ്യാനുള്ള ഒരു 7 ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് ആണ്. ഞാൻ ഓൾറെഡി മെൻഷൻ ചെയ്ത ഒരു കാര്യമാണ്, നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ തിയറി ആണ്, ചെറിയ ചാപ്റ്റർ ആണ്, പക്ഷെ അതിൽ നിന്ന് മാക്സിമം മാർക്സ് വരാനുള്ള സാധ്യതയുണ്ട്. സോ അതുകൊണ്ട് തന്നെ ഒരു ടോപ്പിക് പോലും സ്കിപ്പ് ചെയ്യരുത്, നന്നായിട്ട് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും പഠിക്കുകയാണെങ്കിൽ. സോ ഫങ്ഷൻസിലോട്ട് പോകാൻ നമ്പർ 1 ഒരു 7 പോയിന്റ് പറഞ്ഞിട്ടുണ്ട്. നമ്പർ 1 പ്ലാനിങ് ആൻഡ് ഫോർകാസ്റ്റിംഗ്. ഞാൻ ഓൾറെഡി പറഞ്ഞൊരു കാര്യമാണ്. എസ്റ്റിമേഷന് വേണ്ടിയിട്ട് നമ്മളെ ഒരു മാനേജറെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ള ഒരു ഡിസിപ്ലിൻ ആണ് മാനേജ്മെന്റ് അക്കൗണ്ടിങ്. ഫ്യൂച്ചറിൽ എത്രത്തോളം സെയിൽസ് നമുക്ക് കണ്ടക്ട് ചെയ്താലാണ് നമുക്ക് പ്രോഫിറ്റ് നമ്മൾ ഉദ്ദേശിച്ച അത്രയ്ക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുക. ഇങ്ങനെ എവറിത്തിങ് റിലേറ്റഡ് വിത്ത് ഫ്യൂച്ചർ, അതാണ് മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിൽ നമ്മൾ ഫോളോ ചെയ്യുന്നത്. സോ പ്ലാനിങ് ആൻഡ് ഫോർകാസ്റ്റിംഗ്, പ്രോപ്പർ ആയിട്ടുള്ള പ്ലാൻ ചെയ്യുമ്പോൾ അൺസർട്ടനിറ്റി നമുക്ക് കുറയ്ക്കാൻ പറ്റും, അല്ലേ? നമ്മൾ എക്സാം വരാണ്, ഒരു 6 മാസത്തിൽ കഴിഞ്ഞാൽ എക്സാം ഉണ്ട് എങ്കിൽ അതിനെ പറ്റിയിട്ട് ഇപ്പോൾ തന്നെ പ്ലാനിങ് ചെയ്ത് പ്രോപ്പറായിട്ട് പഠിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ അവിടെ അൺസർട്ടനിറ്റി കുറയും. ഇപ്പം നിങ്ങളുടെ 4th സെമസ്റ്ററിന്റെ എക്സാം ഇതുവരെയായിട്ട് ആയിട്ടില്ല. ഈ ഒരു ടൈം പ്രോപ്പറായിട്ട് യൂസ് ചെയ്തുള്ള കുട്ടികൾക്ക് ഇനി 4th സെമസ്റ്റർ ഏറ്റവും ഈസിയാണ്. പക്ഷേ ഈ ഒരു സാഹചര്യം മുൻനിർത്തിക്കൊണ്ട് കുട്ടികൾ അധികം പഠിക്കുന്നില്ല, അല്ലെങ്കിൽ വീട്ടിൽ എന്ത് ചെയ്യണോ, നമ്മുടെ മൈൻഡ് ഓക്കെ അല്ല, അതുകൊണ്ട് പഠിക്കാൻ പറ്റുന്നില്ല. നാച്ചുറലി എക്സാം വരുമ്പോൾ അൺസർട്ടനിറ്റി അവിടെ വർദ്ധിക്കും. സോ പ്ലാനിങ് റിഡ്യൂസിങ് അൺസർട്ടനിറ്റി. ദെൻ പ്രോപ്പർ ആയിട്ടുള്ള പ്ലാൻ ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ ഫോർകാസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് അൺസർട്ടനിറ്റി കുറയ്ക്കാൻ പറ്റും. ഞാൻ ഇന്നലെ മെൻഷൻ ചെയ്തൊരു കാര്യമാണ്, അൺസർട്ടനിറ്റി കുറയുമ്പോൾ അത് ഓർഗനൈസേഷന്റെ എഫിഷ്യൻസി കൂട്ടും. സോ ദാറ്റ്സ് ദി നമ്പർ 1 ഫംഗ്ഷൻ, പ്ലാനിങ് ആൻഡ് ഫോർകാസ്റ്റിംഗ്. അതിന് ഹെൽപ്ഫുൾ ആയിരിക്കുന്നതാണ് നമ്പർ 1 ഫംഗ്ഷൻ. Moving to number 2, modification and verification of data. എന്താണ് modification and verification of data? മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിൽ നമ്മൾ ചെയ്യുന്നത് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് കഴിഞ്ഞിട്ട് അതിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിന്റെ അനാലിസിസ് ആണ്. സോ ഇൻകം സ്റ്റേറ്റ്മെന്റ്, ട്രേഡിംഗ് P&L അക്കൗണ്ട് നമ്മുടെ കയ്യിലോട്ട് കിട്ടും, ബാലൻസ് ഷീറ്റും കിട്ടും, അതിനെ അനലൈസ് ചെയ്യാണ്. ഇപ്പൊ ഇൻകം സ്റ്റേറ്റ്മെന്റും ബാലൻസ് ഷീറ്റും എന്ന് പറയുമ്പോൾ ഒരു സ്ഥാപനത്തിന്റെ പ്രോഫിറ്റ് എത്രത്തോളം ഉണ്ട്, പൊസിഷൻ എന്താണെന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ദെൻ അതിനെ നമ്മൾ മോഡിഫൈ ചെയ്യണോ, വെരിഫൈ ചെയ്യണോ, എങ്ങനെ? ഞാൻ പറഞ്ഞു തന്നു, പല ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് അനാലിസിസ് നമ്മളിവിടെ ചെയ്യുന്നുണ്ട്. എന്തൊക്കെയാണ് പറഞ്ഞത്? ട്രെൻഡ് അനാലിസിസ്, കോമൺ സൈസ്, കമ്പാരിറ്റീവ്, ഫണ്ട് ഫ്ലോ, ക്യാഷ് ഫ്ലോ, റേഷ്യോ, ഇങ്ങനെയുള്ള പല അനാലിസിസ് ചെയ്യുന്നുണ്ട്. സോ ഈ കിട്ടിയിട്ടുള്ള ഡാറ്റയാണ് നമ്മൾ എന്താണ് മോഡിഫൈ ചെയ്യാണ്, വെരിഫൈ ചെയ്യാണ്. ക്ലിയർ? സോ വിത്ത് ദി ഹെൽപ്പ് ഓഫ് മാനേജ്മെന്റ് അക്കൗണ്ടിംഗ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിനെ നമ്മൾ മോഡിഫൈ ചെയ്യുന്നു, വെരിഫൈ ചെയ്യുന്നു. സോ ദാറ്റ്സ് ദി സെക്കൻഡ് ഇമ്പോർട്ടന്റ് ഫംഗ്ഷൻ. ക്ലിയർ? ദെൻ ആഫ്റ്റർ വെരിഫിക്കേഷൻ, നെക്സ്റ്റ് അനാലിസിസ് ആൻഡ് ഇന്റർപ്രിട്ടേഷൻ ഓഫ് ഡാറ്റ. നമ്മൾ എന്ത് ചെയ്തു? ഫണ്ട് ഫ്ലോ, ക്യാഷ് ഫ്ലോ, റേഷ്യോ, ഇങ്ങനെ അനാലിസിസ് നടത്തി. ദെൻ വെരിഫിക്കേഷൻ നടത്തി. ഇതിനെ ഇന്റർപ്രറ്റ് ചെയ്യാണ്. എങ്ങനെ? ഇപ്പോ നമുക്ക് റേഷ്യോ അനാലിസിസ് നടത്തിയതിനു ശേഷം നമുക്ക് കറന്റ് റേഷ്യോ കിട്ടി 2:1. കറന്റ് റേഷ്യോയുടെ ഇക്വേഷൻ, കറന്റ് റേഷ്യോ മീൻസ് ഉദ്ദേശിക്കുന്നത് ഒരു സ്ഥാപനത്തിലെ കറന്റ് അസറ്റും കറന്റ് ലൈബിലിറ്റിയും തമ്മിലുള്ള റിലേഷനെയാണ് നമ്മൾ കറന്റ് റേഷ്യോ എന്ന് പറയുന്നത്. ദെൻ ലിക്വിഡിറ്റി അറിയാൻ വേണ്ടിയിട്ട് ലിക്വിഡ് റേഷ്യോ ഉണ്ട്, ക്വിക്ക് റേഷ്യോ. സോ ഇങ്ങനെ റേഷ്യോസ് നമ്മൾ കണ്ടുപിടിച്ചതിന് ശേഷം ഇപ്പോൾ 2:1 ആണ് കിട്ടിയിട്ടില്ലെങ്കിൽ അതിന്റെ അർത്ഥം കറന്റ് അസറ്റ് എന്ന് പറയുന്നത് 2, കറന്റ് ലൈബിലിറ്റി എന്ന് പറയുന്നത് 1. അപ്പോൾ കറന്റ് ലൈബിലിറ്റി എത്ര എമൗണ്ട് ആണോ അതിന്റെ ഇരട്ടിയാണ് കറന്റ് അസറ്റ്. സോ അതിന്റെ ബേസിൽ നമുക്ക് ഒരു സ്ഥാപനത്തിലെ ലിക്വിഡിറ്റി പൊസിഷൻ എങ്ങനെയാണെന്നുള്ളത് പറയാൻ സാധിക്കും. സോ വി ക്യാൻ ഇന്റർപ്രറ്റ്. എന്താണ് ഞാനിപ്പോ പറഞ്ഞത്? നമ്മൾ പല റേഷ്യോ അനാലിസിസ്, അതുപോലെ തന്നെ കമ്പാരിറ്റീവ് അനാലിസിസ് ഒക്കെ നടത്തുന്നുണ്ട്. സോ എക്സാമ്പിൾ ആണ് ഞാൻ പറഞ്ഞപ്പോൾ നമ്മൾ കറന്റ് റേഷ്യോ കണ്ടുപിടിച്ചു.
കറന്റ് റേഷ്യോ എന്ന് പറയുമ്പോൾ എന്താ കറന്റ് അസറ്റും കറന്റ് ലയബിലിറ്റിയും തമ്മിലുള്ള റിലേഷൻ ആണ്. ഒരു എക്സാമ്പിൾ അപ്പൊ നമുക്ക് അതിന്റെ ആൻസർ ആയിട്ട് കിട്ടിയത് 2:1 ആണെങ്കിൽ കറന്റ് അസറ്റ് 2, കറന്റ് ലയബിലിറ്റി 1. ചിലപ്പോ നമുക്ക് കിട്ടിയിരുന്നത് എങ്ങനെയായിരിക്കാം 10,000 ആയിരിക്കാം കറന്റ് അസറ്റ്, കറന്റ് ലയബിലിറ്റി 5,000 ആയിരിക്കാം. സോ എത്രയാണോ നമുക്ക് ലയബിലിറ്റി ഉള്ളത് ആ ലയബിലിറ്റിയുടെ ഇരട്ടി കറന്റ് അസറ്റ് നമുക്കുണ്ട്. സോ അതിന്റെ ബേസിൽ ഒരു ഓർഗനൈസേഷന്റെ ലിക്വിഡിറ്റി നമുക്ക് പറയാൻ സാധിക്കും. ഒരു ഇന്റർപ്രിട്ടേഷൻ അവിടെ അനാലിസിസിന് ശേഷം കൊടുക്കാൻ സാധിക്കും. സോ ദാറ്റ് ഈസ് എന്താണ് തേർഡ് പോയിന്റ്. ഓക്കെ, സോ നമ്മൾ ആദ്യം ഫോർകാസ്റ്റ് ചെയ്തു, പ്ലാൻ ചെയ്ത് ഫോർകാസ്റ്റ് ചെയ്തു, ദെൻ അത് കിട്ടിയ ഡാറ്റ നമ്മൾ എന്ത് ചെയ്യണം, മോഡിഫിക്കേഷൻ ആൻഡ് വെരിഫിക്കേഷൻ നടത്തി, അതിനുശേഷം ഇതിനെ അനാലിസിസ് നടത്തി. അനാലിസിസ് നടത്തിയതാണ് ഇവിടെ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്താ കറന്റ് അസറ്റിന്റെ ഒരു എക്സാമ്പിൾ ആണ് പറഞ്ഞത്. അപ്പൊ നമുക്ക് ഇന്റർപ്രിട്ടേഷൻ കൊടുക്കാൻ പറ്റും എത്രത്തോളം ലിക്വിഡിറ്റി ഉണ്ടെന്നുള്ളത്. ഇതേപോലെ പല പല അനാലിസിസിനുള്ള പോസിബിലിറ്റി മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിൽ ഉണ്ടെന്നുള്ളതാണ്. അതിനുശേഷം നമുക്ക് ഇത് എന്ത് ചെയ്യണം, കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. മാനേജ്മെന്റ് അക്കൗണ്ടന്റ് want to communicate the result with managers. Accountant want to communicate the result with managers. അല്ലാണ്ട് മനസ്സിലെടുത്ത് വെച്ചിട്ട് കാര്യമല്ലോ. ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യണം, കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. ഇനി ഓർഗനൈസേഷന് നന്നായിട്ട് മുന്നോട്ട് പോകണമെങ്കിൽ ഇത്രത്തോളം വർക്ക് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. സോ ദാറ്റ് ഈസ് ഫോർത്ത് ഇമ്പോർട്ടന്റ് പോയിന്റ് ഫംഗ്ഷൻ ആയിട്ട് വരുന്നത്. കിട്ടിയ റിസൾട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. ആൻഡ് ആഫ്റ്റർ ദാറ്റ് ഹെൽപ്പിംഗ് ഇൻ കോർഡിനേഷൻ, especially in the case of multinational companies അല്ലെങ്കിൽ ആക്ടിവിറ്റീസ് കൂടുതലുള്ള സ്ഥാപനങ്ങൾ ഉണ്ടായിരിക്കും. സോ ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സിന്റെ പ്രോപ്പർ കോർഡിനേഷനിലൂടെ മാത്രമേ നമുക്ക് അഗെയിൻ ഒരു എഡ്ജ് കിട്ടാൻ സാധ്യതയുള്ളൂ. ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സിന്റെ ഇപ്പോൾ ഒരു ഓർഗനൈസേഷന്റെ സ്മൂത്ത് റണ്ണിങ്ങിന് അവിടെ മാർക്കറ്റിംഗ് ഉണ്ടായിരിക്കും, ഫിനാൻസ് ഉണ്ടായിരിക്കും, HR ഉണ്ടായിരിക്കും. ഇതൊക്കെ നല്ല രീതിയിൽ എന്ത് ചെയ്യണം, കോർഡിനേറ്റ് ചെയ്ത് പോകണം. സോ നമ്മൾ എപ്പോഴും പറയുന്നതാണ്, ഒരു 4 ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. ഒരു എക്സാമ്പിൾ, ഇതിൽ ഏതെങ്കിലും ഒരു ഡിപ്പാർട്ട്മെന്റിന്റെ ഫംഗ്ഷൻ പ്രോപ്പർ ആയിട്ട് നടക്കുന്നില്ലെങ്കിൽ ഇറ്റ് ഷുഡ് എഫക്ട് എൻറ്റയർ ഓർഗനൈസേഷൻ അല്ലെ. ഇപ്പൊ വീടുകളിലൊക്കെ പറയുന്നതാണ്, 4 മക്കളുണ്ട്, ആദ്യത്തെ ആള് എഞ്ചിനീയർ, രണ്ടാമത്തെ ആള് ഡോക്ടർ, മൂന്നാമത്തെ ആള് ഇങ്ങനെ. ഇതൊക്കെ അവസാനിപ്പിക്കാൻ വേണ്ടിട്ട് 4ാമതൊരു വിത്ത് ഉണ്ട് എന്ന് പറയാറില്ലേ നമ്മള്. ലൈക്ക് ദാറ്റ് പ്രോപ്പർ കോർഡിനേഷൻ ഈസ് റിക്വയർഡ്. ഏതെങ്കിലും ഒരു ഡിപ്പാർട്ട്മെന്റിൽ ഉണ്ടാവുന്ന ഇഷ്യൂ ഇറ്റ് ഷുഡ് എഫക്ട് എൻറ്റയർ ഓർഗനൈസേഷൻ. സോ ദർ റിക്വയർഡ് പ്രോപ്പർ കോർഡിനേഷൻ. ഇറ്റ് ഈസ് ഓൾസോ പോസിബിൾ വിത്ത് ദി ഹെൽപ്പ് ഓഫ് മാനേജ്മെന്റ് അക്കൗണ്ടിംഗ്. ഹൗ? മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിലൂടെ നമുക്ക് കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, മനസ്സിലാക്കാൻ പറ്റും ഏതൊക്കെ ഏരിയയിലാണ് നമ്മൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്. ദെൻ മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിൽ വെറുതെ പാസ്റ്റ് വർക്കുകളെ പ്രസന്റ് ചെയ്യുന്ന ഒരു പരിപാടിയല്ല, എസ്റ്റിമേഷൻ ആണ്. നമ്മൾ എന്ത് കാര്യങ്ങളും പ്ലാൻ ചെയ്യുമ്പോൾ, ഒരു ടൂർ പോവാണെങ്കിൽ ടൂർ പോകുമ്പോൾ ആക്ച്വലി ആരൊക്കെ ഉണ്ട്, എങ്ങനെയൊക്കെയാണ്, എല്ലാ കാര്യങ്ങളും പ്രോപ്പർ ആയിട്ട് കോർഡിനേറ്റ് ചെയ്ത് വന്നാൽ മാത്രമേ നമ്മുടെ ടൂർ നന്നാവുള്ളൂ. ലൈക്ക് ദാറ്റ് ഒരു ഓർഗനൈസേഷന് മുന്നോട്ട് പോകണമെങ്കിൽ എല്ലാ ഡിപ്പാർട്ട്മെന്റിന്റെയും പ്രോപ്പർ കോർഡിനേഷൻ വേണം. ഇറ്റ് ഈസ് ടു എ സർട്ടൻ എക്സ്റ്റെന്റ് എന്നല്ല, നല്ല രീതിയിൽ പോസിബിൾ ആണ് വിത്ത് ദി ഹെൽപ്പ് ഓഫ് മാനേജ്മെന്റ് അക്കൗണ്ടിങ്. നമ്മൾ ഇനി ഫ്യൂച്ചറിൽ ഇതിന്റെ പ്രോബ്ലംസ് ഒക്കെ അല്ലെങ്കിൽ പല പല ചാപ്റ്ററുകളൊക്കെ നമ്മൾ വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിന്റെ ക്ലാരിറ്റി കുറച്ചുകൂടി കൂടുതൽ കിട്ടും. സോ ദാറ്റ് ഈസ് ഫിഫ്ത്ത് ഇമ്പോർട്ടന്റ് പോയിന്റ്. മൂവിംഗ് ടു നെക്സ്റ്റ്, ഹെൽപ്പിംഗ് ഇൻ കൺട്രോൾ. ഹൗ? ഹെൽപ്പിംഗ് ഇൻ കൺട്രോൾ ഞാൻ ഓൾറെഡി പറഞ്ഞതാണ്. We are using special techniques, control techniques in management accounting. Something like budgetary control, standard costing ഇങ്ങനെയുള്ള പല പല കൺട്രോളിംഗ് ടെക്നിക്ക് യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗിലാവട്ടെ അല്ലെങ്കിൽ ബഡ്ജറ്റിലാവട്ടെ എല്ലാത്തിലും ചെയ്യുന്നതാണ്. കൺട്രോളിംഗില് മാനേജ്മെന്റില് ബേസിക്സ് ഓഫ് മാനേജ്മെന്റ് നിങ്ങൾ പഠിച്ചിട്ടുള്ള സെക്കൻഡ് സെമസ്റ്ററിൽ അല്ലെങ്കിൽ ആദ്യം തൊട്ട് പഠിക്കുന്നതാണ്. കൺട്രോളിംഗ് നമ്മൾ എങ്ങനെയാണ് നടത്തുക, നമുക്കൊരു പ്രീ ഡിറ്റർമൈൻഡ് സ്റ്റാൻഡേർഡ് നമ്മൾ ആദ്യം തന്നെ വെക്കും അല്ലെ. ഇപ്പോ നിങ്ങളാണെങ്കിലും എക്സാമിന് മുമ്പ് എത്ര പേര് ഒരു സ്റ്റാൻഡേർഡ് മാർക്സ് വെക്കണമെന്ന് എനിക്കറിയില്ല. ഒരു സ്റ്റാൻഡേർഡ് മാർക്സ് അല്ലേ നമ്മൾ ആദ്യം വെക്കുക. എനിക്ക് ഈ ഒരു എക്സാമിന് 90 മാർക്സ് സ്കോർ ചെയ്യണം. ദിസ് ഇസ് സ്റ്റാൻഡേർഡ്. കൺട്രോളിംഗിന്റെ സ്റ്റെപ്പ് അതല്ലേ, നമ്മൾ സ്റ്റാൻഡേർഡ് വെച്ചു. ദെൻ ആക്ച്വലി അവിടെ കിട്ടിയത് 80 മാർക്സ് ആണ്, 80 മാർക്കാണ് നമുക്ക് ആക്ച്വലി കിട്ടിയത്. സോ there arise a deviation between standard and actual. എത്ര ഡീവിയേഷൻ വന്നു? 10 മാർക്സ്. സോ അങ്ങനെയാണെങ്കിൽ എനിക്ക് നെക്സ്റ്റ് എക്സാമിന് 80 നിന്ന് 90 എത്താൻ ഞാൻ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, ഫീഡ്ബാക്ക് ഒക്കെ അല്ലെങ്കിൽ ഞാൻ എന്നെ തന്നെ ഒന്ന് പറയില്ലേ ആത്മപരിശോധന നടത്തി
അപ്പൊ നമ്മളോട് ഒരു കൺട്രോൾ ടെക്നിക്കാണ് നമ്മളിവിടെ ഫോളോ ചെയ്യുന്നത് ലൈഫില്. ഇനി ഒരു ഓർഗനൈസേഷൻ ആണെങ്കിലോ ഒരു പ്രോഡക്റ്റിന്റെ കേസില് നമുക്ക് കൺട്രോൾ ചെയ്യണമെങ്കിൽ കോസ്റ്റ് നമ്മൾ ഫിക്സ് ചെയ്യുമ്പോൾ ഒരു പ്രീ ഡിറ്റർമൈൻ സ്റ്റാൻഡേർഡ് വെക്കും. അവിടെ ആക്ച്വൽ അവിടെ എന്ത് വരും ഒരു എമൗണ്ട്. ദെൻ അവിടെ ഒരു ഡീവിയേഷൻ ഉണ്ടെങ്കിൽ നമ്മളവിടെ കൺട്രോളിങ് നടത്തണം. ഇറ്റ് ഈസ് പോസിബിൾ ഇൻ മാനേജ്മെന്റ് അക്കൗണ്ടിങ് വിത്ത് ദി ഹെൽപ്പ് ഓഫ് സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ്. സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് എന്ന് പറഞ്ഞ ടെക്നിക്കിലൂടെ പോസിബിൾ ആണ്. സോ ദാറ്റ്സ് അനദർ ഇമ്പോർട്ടന്റ് പോയിന്റ്, ഹെൽപ്പിംഗ് ഇൻ കൺട്രോൾ. ക്ലിയർ? നമുക്ക് ലാസ്റ്റ് ഇമ്പോർട്ടന്റ് പോയിന്റ് പറയേണ്ട കാര്യമില്ല, ഇതിൽ ഞാൻ എപ്പോഴും പറയുന്നതാണ്. കോർ ഒബ്ജക്റ്റീവ് ഓഫ് മാനേജ്മെന്റ് അക്കൗണ്ടിംഗ് ഈസ് ഹെൽപ്പിംഗ് ഇൻ ഡിസിഷൻ മേക്കിംഗ്. ഒരു മാനേജറെ ഒരു മാനേജ്മെന്റിന്റെ മെയിൻ എയിം ക്വിക്ക് ഡിസിഷൻ. ആരാണ് ആദ്യം നല്ല ഡിസിഷൻ എടുത്തിട്ട് ഒരു കോമ്പറ്റിറ്റീവ് എഡ്ജ് ഉണ്ടാക്കുന്നത്, അയാളാണ് മാനേജർ, ബെസ്റ്റ് മാനേജർ. ലാസ്റ്റിലേക്ക് വന്നിട്ട് കാര്യമല്ലോ, ആര് ചിന്തിക്കുന്നേക്കാൾ ഒരു പടി മുന്നേ ഇന്നോവേറ്റീവ് ആയിട്ട് ചിന്തിക്കണം. സോ ഹെൽപ്പിംഗ് ഇൻ ഡിസിഷൻ മേക്കിംഗ് വെറുതെ ഒരു ഡിസിഷൻ അല്ല, ക്വിക്ക് ഡിസിഷൻ, ഇൻ ടൈം ഡിസിഷൻ. ഇറ്റ് ഈസ് പോസിബിൾ വിത്ത് ദി ഹെൽപ്പ് ഓഫ് മാനേജ്മെന്റ് അക്കൗണ്ടിംഗ്. ഓക്കെ, സോ ദീസ് ആർ ദി ഇമ്പോർട്ടന്റ് ഫങ്ഷൻസ്. ഒരു മാനേജ്മെന്റ് അല്ലെങ്കിൽ മാനേജർക്ക് ഏറ്റവും ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു ഡിസിപ്ലിൻ ആണ് മാനേജ്മെന്റ് അക്കൗണ്ടിംഗ്. ചെയ്യുന്ന കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് പറയുകയാണെങ്കിൽ എന്താ, പ്ലാനിംഗ് ഈസ് പോസിബിൾ, ഫോർകാസ്റ്റിംഗ്, ഇൻട്രൊഡ്യൂസിംഗ് അൺസർട്ടനിറ്റി കുറയുമ്പോൾ എഫിഷ്യൻസി കൂടുന്നു. ദെൻ മോഡിഫിക്കേഷൻ ആൻഡ് വെരിഫിക്കേഷൻ, നമ്മുടെ അനാലിസിസിലൂടെ ഏതൊക്കെ റേഷ്യോ അനാലിസിസ്, കമ്പാരറ്റീവ്, ദെൻ ഫണ്ട് ഫ്ലോ, ക്യാഷ് ഫ്ലോ, ഇതിലൂടെ മോഡിഫിക്കേഷൻ ആൻഡ് വെരിഫിക്കേഷൻ ഈസ് പോസിബിൾ. ദെൻ അതിനെ അനലൈസ് ചെയ്യുന്നു, ഇന്റർപ്രിട്ടേഷൻ ഈസ് പോസിബിൾ. Finally, our result we want to communicate it with managers, top level executives, then helping in coordination of all the important departments, then helping in control, standard costing example ആണ്, and finally helping in decision making. Clear? So ഇതാണ് ഒരു മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിന്റെ മെയിൻ ആയിട്ടുള്ള ഫങ്ഷൻസ്. സോ നമുക്ക് നെക്സ്റ്റ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങും മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങും തമ്മിലുള്ള ഡിഫറൻസ് നോക്കാം. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്, എല്ലാവരും നല്ല രീതിയിൽ കേൾക്കുക. 4 മാർക്സിനോ അല്ലെങ്കിൽ എസ്സേയുടെ ഒരു പാർട്ടായിട്ടോ എപ്പോഴും വരുന്നതാണ്. അപ്പൊ നമുക്ക് അതിലോട്ട് പോവാം. നെക്സ്റ്റ് നമുക്ക് ആ ഇമ്പോർട്ടന്റ് ടോപ്പിക്കിലോട്ട് പോവാം, ഡിഫറൻസ് ബിറ്റ്വീൻ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ആൻഡ് മാനേജ്മെന്റ് അക്കൗണ്ടിങ്. ഇതുവരെയുള്ള എക്സ്പ്ലനേഷൻസ് നന്നായിട്ട് മനസ്സിലായിട്ടുള്ള ഏതൊരു കുട്ടിക്കും പെട്ടെന്ന് പറയാൻ സാധിക്കുന്നതാണ് ഏതൊക്കെയാണ് ഡിഫറൻസ് വരാന്നുള്ളത്. സോ നമുക്ക് 1 by 1 ആയിട്ട് കാണാം. സോ നമ്പർ 1, ascertain profit or loss and financial position and present them to the owners, creditors, government, etc. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിന്റെ പർപ്പസ് നമുക്ക് എല്ലാവർക്കും അറിയണമെന്നുള്ള ആദ്യം തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്നുള്ളത് എസർടൈൻ ചെയ്യുക. ദെൻ ആഫ്റ്റർ ദാറ്റ് ഫിനാൻഷ്യൽ പൊസിഷൻ അറിയാൻ വേണ്ടിയിട്ട് ബാലൻസ് ഷീറ്റ് വരയ്ക്കുന്നു. ഈ കാര്യങ്ങൾ നമ്മൾ ഓണേഴ്സിനാവട്ടെ, സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഓഫ് ദി ഓർഗനൈസേഷൻ, ഇവർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. സോ ദാറ്റ്സ് ദി മെയിൻ എയിം, മെയിൻ പർപ്പസ് ഓഫ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്. On the other hand, the purpose of management accounting is what? The purpose is to provide information to management for decision making. So here the information from financial accounting, it is communicating with the stakeholders of the organization, creditors, owners, government, etc. But in the case of management accounting, the information we are communicating with are managers. അവർക്കൊരു ഡിസിഷൻ മേക്കിങ്ങിനുള്ള assist ആണ് മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിന്റെ മെയിൻ പർപ്പസ്. ക്ലിയർ? സോ ദാറ്റ്സ് ദി ഫസ്റ്റ് ഡിഫറൻസ് ബിറ്റ്വീൻ ബോത്ത് ദീസ് ടു. ദെൻ നമ്പർ 2, രണ്ടാമതായിട്ട് വരുന്നത് റെക്കോർഡ്സ് ഹിസ്റ്റോറിക്കൽ ഡാറ്റ റിലേറ്റിംഗ് ടു പാസ്റ്റ്. ഞാൻ ഓൾറെഡി പറഞ്ഞാണ് ഇതിന്റെ മെയിൻ ലിമിറ്റേഷൻ തന്നെ അതാണ്. നമുക്ക് ഓൾറെഡി ഇൻകേർഡ് ആയിട്ടുള്ള ഡീറ്റെയിൽസ്, കോസ്റ്റുകൾ നമ്മൾ എന്ത് ചെയ്യാണ്, റെക്കോർഡ് ചെയ്യാണ്. അസെറ്റ്സ്, ലയബിലിറ്റി, ക്യാപിറ്റൽ, ഇത് മൂന്നും ബാലൻസ് ഷീറ്റിലോട്ടും, എക്സ്പെൻസ്, റവന്യൂ ഡീറ്റെയിൽസ് P&Lലോട്ടും പോകുന്നു. ദെൻ അതിന്റെ ബേസിൽ കിട്ടുന്ന ഇൻഫർമേഷൻ ആണ് നമ്മുടെ കയ്യിലുള്ള. സോ റെക്കോർഡ്സ് ഹിസ്റ്റോറിക്കൽ ഡാറ്റ റിലേറ്റിംഗ് ടു പാസ്റ്റ്. ഓൺ ദി അതർ ഹാൻഡ് ഹിയർ concerned with future plans and operations, everything related with future. management accounting inde purpose adana, concerned with future plans, operations. So that's the next difference. The historical anil the future ana. The next, it is compulsory. ഒരു സ്ഥാപനത്തിന്റെ ഇൻകം സ്റ്റേറ്റ്മെന്റും ബാലൻസ് ഷീറ്റും പ്രിപ്പയർ ചെയ്യണം എന്നുള്ളത് കമ്പൽസറി ആണ്. ഒരു കാരണവശാലും നമുക്ക് അതിന് സ്കിപ്പ് ചെയ്യാൻ പറ്റില്ല. നമ്മളെപ്പോഴും പറയുന്നതാണ് അക്കൗണ്ടിങ് പീരീഡ് കൺസെപ്റ്റ്. ഒരു 4-5 കൊല്ലം കഴിഞ്ഞിട്ട് നമുക്കൊരു സ്ഥാപനത്തിന്റെ പ്രോഫിറ്റ് എത്രയാണ് ലോസ് എന്നുള്ളത് പറഞ്ഞിട്ട് കാര്യമില്ല. നമുക്ക് എന്ത് ചെയ്യണം, ഓരോ ഇയറിൽ എന്താണ് അവസ്ഥ എന്നുള്ളത് അറിയണം, എത്രയാണ് പ്രോഫിറ്റ് എന്നുള്ളത് അറിയണം. ഓഡിറ്റിങ്ങിന്റെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അത് കൊടുക്കണം. So it is compulsory financial accounting. But here
it is optional. It is an aid to the management. Organization ഒരു aid ആണ് decision making വേണ്ടിയിട്ട്. Like ഈ കോസ്റ്റ് അക്കൗണ്ടിങ്ങിന്റെ കേസിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു, വേണമെങ്കിൽ മതി, ഒരു എഡ്ജ് ആണ്. സോ കുറച്ചും കൂടി ഒരു കപ്പാസിറ്റി ഉള്ള സ്ഥാപനങ്ങളൊക്കെ ആയിരിക്കും മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങും അതേപോലെ തന്നെ നിങ്ങൾ ആദ്യം പഠിച്ച കോസ്റ്റ് അക്കൗണ്ടിങ് ഒക്കെ വെക്കുക. സോ ഇറ്റ് ഈസ് optional, not compulsory. Moving to next point, lays more emphasis on accuracy. In the case of financial accounting, we must want to follow accounting standards. Adinte basis il matram rules proper ആയിട്ട് follow ചെയ്യണം. Rules of accounting ഒക്കെ proper ആയിട്ട് follow ചെയ്യണം. ഒരു correct format ഉണ്ട് നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്താണ്. So accuracy ക്ക് വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു. But here quick decision making lays more emphasis on quick and prompt reporting ആണ്, decision making ആണ്. നമുക്ക് പെട്ടെന്ന് എന്ത് ചെയ്യണം, ഡിസിഷൻസ് എടുക്കണം. ചിലപ്പോൾ നമ്മൾ എടുത്ത ഡിസിഷൻ മോശമായിട്ട് വരാം, ചിലപ്പോൾ നന്നാവാം, ബിക്കോസ് എവറിത്തിങ് റിലേറ്റഡ് വിത്ത് ഫ്യൂച്ചർ ആണ്. പക്ഷേ ഈ കോമ്പറ്റീറ്റീവ് എൻവയോൺമെന്റിൽ നമുക്കൊരു എഡ്ജ് കിട്ടണമെങ്കിൽ ക്വിക്ക് ഡിസിഷൻ മേക്കിംഗ് ഇറ്റ് ഈസ് പോസിബിൾ. ടു എ സർട്ടൻ എക്സ്റ്റെന്റ് മാനേജ്മെന്റ് അക്കൗണ്ടിങ് ഹെൽപ്സ്. സോ അതാണ് ലേസ് മോർ എംഫസൈസ് ഓൺ ക്വിക്ക് ആൻഡ് പ്രോംപ്റ്റ് റിപ്പോർട്ടിംഗ്. So that's the fourth important point. അപ്പോൾ ഒരു 4 ഡിഫറൻസ് ആണ് ഞാനിപ്പോൾ പറഞ്ഞത്. ഇനി നെക്സ്റ്റ് കുറച്ച് പോയിന്റ്സ് കൂടി ഉണ്ട്, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് അത് കാണാം. നെക്സ്റ്റ് 4 പോയിന്റ്സിലോട്ട് കൂടി പോവുകയാണെങ്കിൽ 5th പോയിന്റ് ആയിട്ട് വരുന്നത് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ബേസ്ഡ് ഓൺ ജനറലി അക്സെപ്റ്റഡ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് ആൻഡ് കൺവെൻഷൻ. ഞാൻ പറഞ്ഞാണ് ഗ്യാപ്പ്, നമ്മൾ ആദ്യമാണെങ്കിൽ ഗ്യാപ്പ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ഫോളോ ചെയ്യണം, പ്രോപ്പർ ആയിട്ടുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പ്രോപ്പർ ആയിട്ട് ഫോളോ ചെയ്തിട്ടാണ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് നമ്മൾ ചെയ്യുക. പ്രോപ്പർ ആയിട്ട് ജനറേറ്റ് ചെയ്യണം, പോസ്റ്റ് ചെയ്യണം, എല്ലാതും ആ രീതിയിൽ വേണം ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിന്റെ പ്രിപ്പറേഷൻസ്. ബട്ട് ഇൻ ദി കേസ് ഓഫ് മാനേജ്മെന്റ് അക്കൗണ്ടിങ് ഇറ്റ് ഈസ് നോട്ട് ബേസ്ഡ് ഓൺ റിജിഡ് പ്രിൻസിപ്പിൾസ്. ഇങ്ങനെ തന്നെ പാടുള്ളൂ, ഇങ്ങനെ തന്നെ പാടുള്ളൂ, അങ്ങനെ ഇല്ല. ബട്ട് ബേസ്ഡ് ഓൺ ദി ഇന്റേണൽ റിക്വയർമെന്റ്സ് ഓഫ് മാനേജ്മെന്റ്. മാനേജ്മെന്റിന് ഇപ്പോ ഏത് തരത്തിലുള്ള ഒരു ഡിസിഷൻ ആണ് എടുക്കേണ്ടത്, എങ്ങനെയൊക്കെയാണ് ഒരു എഡ്ജ് കിട്ടേണ്ടത്, സോ ആ രീതിയിലുള്ള ടെക്നിക്സ് ഒക്കെ നമ്മൾ പുതിയ ടെക്നിക്കുകൾ അപ്ലൈ ചെയ്യും. വൈഡ് സ്കോപ്പ് ആണ് അതുകൊണ്ട് തന്നെ മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിന്. ഇൻ കേസ് ഓഫ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് അതിന് ലിമിറ്റഡ് സ്കോപ്പ് ആണ്. ഒരു ഫ്രെയിം വർക്ക് ഉണ്ട് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിന്. മാനേജ്മെന്റ് അക്കൗണ്ടിങ് ഒരു പ്രോപ്പർ ആയിട്ടൊരു അല്ലെങ്കിൽ ഒരു ഫ്രെയിം വർക്കിന്റെ ഉള്ളിൽ വരാത്തത് കൊണ്ട് തന്നെ വൈഡ് സ്കോപ്പ് ആണ് മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിന്. ക്ലിയർ? സോ ദാറ്റ്സ് ദി 5th important difference. Moving to 6th one, prepared for a particular period. അല്ലേ, നേരത്തെ പറഞ്ഞു ഓരോ ഇയറിൽ നമുക്ക് ട്രേഡിംഗ് ചെയ്യാനുള്ള ബാലൻസ് ഷീറ്റ് വരയ്ക്കണം, എത്രയാണ് പ്രോഫിറ്റ് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ പൊസിഷൻ അറിയാൻ വേണ്ടിയിട്ട്. സോ റിലേറ്റഡ് വിത്ത് എ പെർട്ടിക്കുലർ പീരീഡ് ഇൻ ദി കേസ് ഓഫ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്. Then here not specific period for which management accounts are prepared. ഒരു പെർട്ടിക്കുലർ ഇയറിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസ് അല്ല അവിടെ നടക്കുക. ഒരു 5 കൊല്ലത്തേക്ക് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻ, പ്ലാനിങ്, ഫോർകാസ്റ്റിംഗ്, എവറിത്തിങ് എവിടെ നടക്കുന്നുണ്ട് മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങില്. നോട്ട് റിലേറ്റഡ് വിത്ത് എ പെർട്ടിക്കുലർ പീരീഡ്. നമ്മളിപ്പോ ട്രെൻഡ് അനാലിസിസ് നടത്തുമ്പോൾ ഒരു 4-5 കൊല്ലത്തെ പാസ്റ്റ് ട്രെൻഡുകളാണ് ചെയ്യുന്നത് ഫ്യൂച്ചർ എസ്റ്റിമേറ്റ് ചെയ്യുമ്പോൾ. സോ അതുകൊണ്ട് തന്നെ ഒരു പെർട്ടിക്കുലർ പീരീഡിലോട്ട് നമുക്ക് മാറ്റി വെക്കാൻ പറ്റുന്നതല്ല മാനേജ്മെന്റ് അക്കൗണ്ടിങ്. ഓക്കെ, സോ ദാറ്റ്സ് ദി 6th important point. സെക്കൻഡ് ലാസ്റ്റ് പോയിന്റ് ആയിട്ട് പറയുന്നത് ഓൾറെഡി പറഞ്ഞു തന്നെയാണ്, എക്സ്റ്റേണൽ പാർട്ടീസ് ആർ ദി യൂസേഴ്സ്. അല്ലേ, എല്ലാതും ഈ പറയുന്ന ക്രെഡിറ്റേഴ്സിന് അറിയണം സ്ഥാപനത്തിന്റെ ഫിനാൻഷ്യൽ പൊസിഷനും പ്രോഫിറ്റ് എത്രയാന്നുള്ള എല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സ് നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്. യൂസേഴ്സ് ഓഫ് ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിന്റെ ഡീറ്റെയിൽസ്, പൊട്ടൻഷ്യൽ ഇൻവെസ്റ്റേഴ്സ്, ഓണേഴ്സ്, മാനേജേഴ്സ്, എംപ്ലോയീസ്, എല്ലാവർക്കും അറിയണം ഏത് ഈ പറയുന്ന ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിന്റെ ഡീറ്റെയിൽസ്. ഹിയർ ഇന്റേണൽ പാർട്ടീസ് ആർ ദി യൂസേഴ്സ്. മാനേജ്മെന്റ് മാനേജേഴ്സിനാണ് ഈ ഇൻഫർമേഷൻ അറിയണ്ടേ. ദേ വാണ്ട് ടു ടേക്ക് ഇമ്പോർട്ടന്റ് ഡിസിഷൻ അല്ലേ. സോ ദാറ്റ്സ് ദി 7th important point. And moving to last one, audit is more or less compulsory. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ കമ്പൽസറി ആണ്, ഇത് കഴിഞ്ഞിട്ട് ഓഡിറ്റ് ചെയ്യണം. അതിന്റെ ബേസിലാണ് എന്ത് ചെയ്യുന്ന അല്ലെങ്കിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ, ഓക്കെ ആണോ, ചെയ്തോക്കെ എന്നുള്ളൊരു ലാസ്റ്റ് ഒരു റിപ്പോർട്ടൊക്കെ വരുന്നത്. ഹിയർ ഓഡിറ്റ് ഈസ് നോട്ട് കമ്പൽസറി, ഇറ്റ് ഈസ് ഓൺലി an aid to managers. മാനേജ്മെന്റ് അക്കൗണ്ടിങ് ഓഡിറ്റിംഗ് മസ്റ്റ് അല്ല. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇറ്റ് ഈസ് an optional one ഈ ബ്രാഞ്ച് എന്ന് പറയുന്നത്. ഓക്കെ, സോ ദീസ് ആർ ദി 8 important differences. മെയിൻ ആയിട്ട് ഒരു 8 ഡിഫറൻസ് ആണ് ഞാൻ ഇന്നിപ്പോൾ ഡിസ്കസ് ചെയ്ത ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങും മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങും തമ്മിലുള്ളത്. നിങ്ങൾക്ക് എങ്ങനെ പോയാലും എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റൻ ആണ്, നല്ല രീതിയിൽ പഠിക്കുക. ഓൾറെഡി ഞാൻ ഇതുവരെ പറഞ്ഞ എക്സ്പ്ലനേഷൻസിന് എല്ലാവർക്കും ക്ലാരിറ്റി കിട്ടിയെന്ന് വിചാരിക്കുന്നു. സോ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത് ഫങ്ഷൻസ് ഓഫ് മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങും ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങും തമ്മിലുള്ള ഡിഫറൻസ് ആണ്.
നാളെ നമുക്ക് ഈ ഒരു ചാപ്റ്ററിന്റെ ഒരു 2 ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കും കൂടിയും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഏകദേശം ഈ ഒരു ചാപ്റ്ററിന്റെ മെയിൻ കാര്യങ്ങൾ അവസാനിപ്പിക്കും. വെള്ളിയാഴ്ചയോടുകൂടി നെക്സ്റ്റ് ക്ലാസ്സിൽ എനിക്ക് തോന്നുന്നു മോസ്റ്റ് പ്രോബ്ലി മൺഡേ ഇറ്റ്സെൽഫ് നമുക്ക് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കായിട്ടുള്ള മാർജിനൽ കോസ്റ്റിംഗ് സ്റ്റാർട്ട് ചെയ്യാം. പ്രോബ്ലം ചാപ്റ്റർ ആണ്. സോ ഈ പറയുന്ന 3 ക്ലാസ്സിലൂടെ എൻ്റെ ഈ ഫസ്റ്റ് ചാപ്റ്റർ നന്നായിട്ട് നിങ്ങൾ മനസ്സിലാക്കുക. സാറ്റർഡേ സൺഡേ അതിന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യുക. മൺഡേ വരുമ്പോഴേക്കും നമുക്ക് പുതിയൊരു ചാപ്റ്റർ ആയിട്ട് വീണ്ടും കാണാം. നാളെ അപ്പോൾ ഈ ചാപ്റ്ററിൻ്റെ കണ്ടിന്യൂഷൻ ആണ്. ഓക്കെ, സോ ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.